ഞാൻ വിചാരിക്കായിരുന്നു ഇതെന്താ നമുക്ക് മുൻപ് തോന്നാതിരുന്നേന്ന്. ഞാനൊരു വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ ഇത് തയ്യാറാക്കി നോക്കുന്നത്. വേറെ ഒന്നുമല്ല, ബീട്രൂട്ട് വെച്ചിട്ടേ നല്ല ക്രഞ്ചി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം നമ്മുടെ ചായയുടെ കൂടെയൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കുറിക്കാനുണ്ടല്ലോ, നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ബീട്രൂട്ട് പല രീതിയിലും തയ്യാറാക്കിയിട്ടില്ലേ, എന്നാലേ ഒരു വട്ടം ഒന്ന് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കിയോളൂ കേട്ടോ. നല്ല എരിവും പുളിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇതും ഇഷ്ടപ്പെടും. പിന്നെ അതിൻ്റെ കൂടെ ആ ബീട്രൂട്ടിൻ്റെ മധുരം കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാമല്ലേ. ഞാനേ വലിയൊരു ബീട്രൂട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത്. അത് നമ്മൾ ഇതുപോലെ നീളത്തിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ മാക്സിമം നമുക്ക് ചെറുതാക്കി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക കേട്ടോ. എന്നാലാണ് ഇത് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ. ഇനി ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 കപ്പ് അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചൊരു ക്രിസ്പിയായി കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി, ഒരു 1-2 പിഞ്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില വേണം. ഞാനത് ഇതുപോലെ പിച്ചി അങ്ങ് ഇട്ട് കൊടുക്കുകയാണേ. അത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല, നമ്മുടെ കറിവേപ്പിലയുടെ ആ രുചി ഉണ്ടല്ലോ, അത് നല്ല പോലെ ഇതിലേക്ക് ഇറങ്ങി വരാൻ കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ആദ്യം നമ്മളിതെല്ലാം കൂടെ ഒന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇത് കുഴച്ചെടുക്കണം. വെള്ളം ഒഴിക്കുമ്പോഴേ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു 2-3 ടേബിൾ സ്പൂൺ മാത്രം മതിയാവും കേട്ടോ. അപ്പോഴേക്കും ഇത് നല്ലപോലെ കോട്ടിംഗ് ആയി വന്നോളും. ഒരുപാട് ഒഴിച്ചാൽ പിന്നെ ഇതിലേക്ക് പിടിച്ച് നിൽക്കില്ല, അത് ഞാൻ പ്രത്യേകം പറയാണ് കേട്ടോ. അപ്പോൾ അത്രമാത്രം വെള്ളം ഒഴിച്ചിട്ട് മാത്രം നിങ്ങൾ ഇത് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മളിതിലേക്ക് വെള്ളം ചേർക്കുന്ന സമയത്തേ 1 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ എന്ന വിധത്തിൽ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഏറിപ്പോവത്തില്ലല്ലോ. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇങ്ങനെ പെറുക്കി ഇടുക കേട്ടോ. ഇത് നമ്മൾ കൂട്ടി പിടിച്ചിടുകയാണെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് നമ്മൾ ഓരോന്ന് വിധം ഇടുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ഇത് കിട്ടും. എന്നിട്ട് അവസാനം നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്തിട്ട് നമ്മൾ ക്രിസ്പി ആക്കി എടുത്തിട്ടാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ കിടന്നോട്ടെ, പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റേണ്ടി വരും കേട്ടോ. എന്നിട്ട് നല്ല പോലെ ക്രഞ്ചി ആകുന്ന രീതിയിൽ അങ്ങ് ഇത് വറുത്ത് കോരി എടുക്കുക. അങ്ങനെയാണ് കേട്ടോ നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോഴേ ബീട്രൂട്ട് വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ കഴിച്ച് നോക്കിയിട്ടുണ്ടോ? എന്നാലേ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്നൊന്ന് തയ്യാറാക്കി നോക്കിയോളൂ കേട്ടോ. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ നമ്മൾ സൂക്ഷിക്കുവാണെങ്കിലേ ഇത് നമുക്ക് 2-3 ദിവസം പുറത്ത് തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. നല്ല ക്രഞ്ചി ആയിട്ട് അപ്പോഴും കിട്ടും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.